ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് അവറുകളോട് എന്റെ മനസ്സിന് വലിയ മതിപ്പുണ്ടാക്കിയ, വളരെ സ്നേഹമുളവാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഉസ്താദ് അവറുകളുടെ അടുക്കൽ വെച്ച് ഓതിപ്പഠിക്കുമ്പോൾ മുതഅല്ലിമീങ്ങളായ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരാളോട് തൽക്കാലം പെന്നില്ലാത്തത് കൊണ്ട് പെന്ന് വാങ്ങിയിട്ട് ആ പെന്ന് കൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ പെന്ന് വേഗം തിരിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുമ്പോ ഈ പെന്ന് എഴുതാൻ നല്ല സുഖണ്ട് എന്ന് പറയാൻ പാടില്ല. ഈ പെന്ന് എഴുതാൻ നല്ല സുഖമുള്ള പെന്ന് എന്ന് പറയാൻ പാടില്ല. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഉസ്താദ് പറഞ്ഞു, കാരണം അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം ഇതെനിക്ക് തരുമോ എന്നാണ്. ഈ പെണ്ണ് എനിക്ക് തരുമോ എന്ന് ഉള്ളിലൂടെ ഒരു യാചനയാണത്. അങ്ങനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് ആ പെണ്ണ് തന്നതിന് അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കണം, ജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾക്ക് അല്ലാഹു ഖൈർ തരട്ടെ എന്ന് പറയാം. നേരെ മറിച്ച് ഈ പെണ്ണ് എഴുതാൻ നല്ല സുഖണ്ട് എന്ന് ഒരു മുസ്ലിയാർ പറഞ്ഞാൽ അതിന്റെ മാന ആ പെണ്ണ് മുസ്ലിയാർക്ക് കിട്ടുമോ എന്നൊരു യാചനയാണ് എന്ന് ഉസ്താദ് വസിയ്യത്ത് ചെയ്തു. ഞാൻ ഓർക്കുക, ഒരു ദിവസം ഉസ്താദ് എന്നോട് ചോദിച്ചു, കുറെ ദിവസം ഞങ്ങൾ ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ ഞാനും ഉസ്താദ് ഒന്നായി പോകുന്ന ഒരു കാലം. അങ്ങനെ പോയി പലപ്പോഴും ചിലപ്പോൾ അത് ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളുണ്ട് രാത്രി, കാരണം കഴിക്കാൻ പോകാൻ പറ്റൂല. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പട്ടിണി കിടന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ദിവസം ഉസ്താദ് എന്നോട് ചോദിച്ചു, നീ 5-10 ദിവസമായിട്ട് എന്റെ കൂടെ അങ്ങനെ ഒന്ന് പ്രസംഗിച്ചല്ലോ, നിനക്കൊന്നും കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പിന്നീട് കിട്ടും, ഇപ്പോഴൊന്നും അത് അങ്ങനെ ഒരു വിഷയമേ ആലോചിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഒരു സ്ഥലത്തും പോയി വഅദ് പറഞ്ഞാൽ ആ വഅദ് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ഹദിയായിട്ട് വല്ലതും തന്നാൽ ആ തന്നത് എത്രയാണെന്ന് എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കിയിട്ടില്ല, നീയും എണ്ണി നോക്കാൻ പാടില്ല. എന്താണ്? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വല്ലവരും വല്ലതും തന്നത് കുറവാണെങ്കിൽ പിന്നെ അവിടെ ക്ഷണിച്ചാൽ പോവാൻ മനസ്സുണ്ടാവില്ല. അതുകൊണ്ട് പണ്ടിനെ എണ്ണി നോക്കാൻ പാടില്ല.